ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഞാനിപ്പോൾ ഉള്ളത് ഇസ്രായേലിലെ ദ്രൂസ് എന്ന കമ്മ്യൂണിറ്റിയുടെ കൂടെയാണ്. അവരെങ്ങനെയാണ് ഒറിഗാനോ ലീഫ് വെച്ചിട്ട് അട ഉണ്ടാക്കുന്നതെന്ന് നിങ്ങൾക്ക് കാണണ്ടേ. അതിന് വേണ്ടിയിട്ട് നമ്മുടെ ഗ്യാസ്, സ്റ്റൗവ് എല്ലാം പുറത്ത് വരാന്തയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് വേണ്ട സവോളയും ഉള്ളിത്തണ്ടും നേരത്തെ തന്നെ അരിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കൈകൊണ്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതാണ് നമ്മുടെ ഒറിഗാനോ ലീവ്സ്. ഇത് സിറിയൻ ഒറിഗാനോ എന്ന് പറയും. ഇതിവിടെ ഒരു മഴ പെയ്തു കഴിഞ്ഞാൽ വിജനമായ സ്ഥലത്തും കാടുകളിലും ഒക്കെ ഒരുപാട് ഉണ്ടാവാറുണ്ട്, തന്നെ ഉണ്ടാവുന്നതാണ്. പച്ചയ്ക്ക് ഇത് കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര എരിവാണ്. ചുമയ്ക്കുള്ള മരുന്നൊക്കെ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ഒരു ഹെർബ്സാണിത്. അപ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളി, സവോള, ഉള്ളിത്തണ്ട് എല്ലാം അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ ഇതുപോലെ നിങ്ങൾ കാണുന്ന പോലത്തെ ഒരു പാത്രവും കൂടെ ഉണ്ട്. പകുതിയേ ഇപ്പോൾ എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഒരു പാത്രവും കൂടെ, ഇന്നൊരു ദിവസത്തെ ജോലിയാണിത്. അപ്പോൾ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി അത് നന്നായിട്ട് കൈകൊണ്ട് ഒന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. നമ്മൾ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം അതിൽ കുറച്ച് വെള്ളം കൂടെ ചേർക്കണം. ഒരു കപ്പ് വെള്ളവും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. കാണുന്നത് അതിൻ്റെ അടിയിൽ നിങ്ങൾക്ക് വെള്ളം കാണുന്നതാണ്. അപ്പോൾ ഇത് ശരിക്കും ഇനി മിക്സ് ചെയ്ത് കൊടുക്കണം. ഇതൊക്കെ ഉണ്ടാക്കുന്ന ദിവസം ഭയങ്കര ആഘോഷമാണ് ഇവിടെ. ഫാമിലി മൊത്തം വരും, എല്ലാവരും അവിടെ ഇരുന്ന് കഴിക്കും. നമ്മൾ ഈ ഒറിഗാനോ ലീവ്സ് ഇന്നലെ തന്നെ തണ്ടിൽ നിന്നും അടർത്തി വൃത്തിയാക്കി കഴുകി എടുത്തതാണ്. ഇത് ഉണ്ടാക്കുന്ന ദിവസം ഒരുപാട് ഉണ്ടാക്കും. എന്നിട്ട് നമ്മളിത് ഫ്രീസറിലൊക്കെ എടുത്തു വെച്ച് പിന്നെ ഉപയോഗിക്കാറുണ്ട്. അപ്പം ഇതിലേക്ക് വേണ്ട ഒലീവ് ഓയിൽ ആണ്. ഒലീവ് ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ 2 കപ്പല്ല, ഈ കാണുന്ന കാപ്പിപ്പാത്രത്തിന് 2 കപ്പോളം ഒലിവ് ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് ചുട്ടെടുക്കുന്ന ചട്ടിയിൽ നമ്മൾ സൺഫ്ലവർ ഓയിലാണ് തേച്ച് കൊടുക്കുന്നത്. ഇതിനു വേണ്ടിയുള്ള മാവ് നമ്മൾ തലേന്നേ തന്നെ കുഴച്ച് സെറ്റപ്പാക്കി വെച്ചതാണ്. എല്ലാം കൂടെ ഒരു ദിവസം നടക്കില്ല. അപ്പോൾ ഇത് ഉപ്പിലിടാൻ വേണ്ടിയിട്ട് ചതച്ച് വെച്ചിരിക്കുന്ന ഒലിവുങ്കായാണ്. അപ്പോൾ ഇതിൻ്റെ കൂടെ നമ്മൾ ഈ ഒരു ഐറ്റം മാത്രമല്ല ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ കൂടെ മുളക്, അതായത് നമ്മുടെ ചുമന്ന മുളക് അരച്ച് പേസ്റ്റാക്കി, സവോളയും ഉള്ളിത്തണ്ടും ഒക്കെ കൂടിയിട്ട് അരച്ച് പേസ്റ്റാക്കിയിട്ട് ഒലിവ് ഓയിലും കൂടെ മിക്സ് ചെയ്തതിന് ശേഷം ആ ഒരു ഐറ്റം കൂടെ നമ്മൾ ഇതിൻ്റെ കൂടെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതും ഇതേപോലെ തന്നെ ചപ്പാത്തി പോലെ പരത്തിയതിന് ശേഷം ഈ ഒരു മുളകിൻ്റെ പേസ്റ്റ് ഇട്ട് കൊടുക്കുകയാണ്. എരിവ് കുറഞ്ഞ മുളകാണ്. അപ്പോൾ അതിനുള്ള സ്റ്റൗവിൻ്റെ അടുത്ത് ഇരിക്കാനുള്ള കസേരയും ഇത് പരത്താനുള്ള ടേബിളും എല്ലാം നമ്മൾ അടുത്തടുത്ത് എല്ലാ സംഭവങ്ങളും കയ്യെത്തുന്ന ദൂരത്ത് തന്നെ വെച്ചിട്ടാണ് പരത്തുന്നത്. അപ്പോൾ നമ്മളിത് പരത്തുന്നുണ്ട്. ചപ്പാത്തിക്കൊക്കെ പരത്തുന്ന പോലെ തന്നെയാണ് പരത്തുന്നത്. അതുകൊണ്ട് കൈകൊണ്ട് നമ്മൾ കുറച്ച് പൊടി അടിയിലിട്ടിട്ട് കൈകൊണ്ട് ശരിക്കും ഒന്ന് നൈസായിട്ട് പരത്തി കൊടുക്കണം. നൈസായിട്ടാണ് പരത്തുന്നത്. അപ്പോൾ നമുക്ക് ഒട്ടും കട്ടി ഉണ്ടാവില്ല ഇതിന് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇനി അതിന് ശേഷം അതിലേക്ക് നമ്മുടെ ഒറിഗാനോ ലീവ്സും സവോളയും എല്ലാം കൂടെ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന, നേരത്തെ സെറ്റപ്പ് ചെയ്തിരിക്കുന്ന ഇതെടുത്ത് അതിനകത്തേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി അത് മടക്കും, ഒരു സൈഡ് വെച്ചിട്ട് മടക്കും. എന്നിട്ട് ഇതിങ്ങനെ ചുറ്റും ഒന്ന് അടച്ചു കൊടുക്കും. അതിന് ശേഷം നമ്മൾ നേരത്തെ തീയൊക്കെ കത്തിച്ച് റെഡിയാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ പാന് അതിലേക്ക് ഞാൻ നിങ്ങളെ നേരത്തെ കാണിച്ചു തന്നായിരുന്നു, അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഇതിൻ്റെ മേലെ കുറച്ചൊരു ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് കോൺഫ്ലവറോ സൺഫ്ലവറോ അങ്ങനെ എന്തെങ്കിലും ഓയിലായാൽ മതി, കുഴപ്പമില്ല. അപ്പോൾ നമ്മളിതാ ഇതുപോലെ ഈ വലിയ ചട്ടിക്കകത്തേക്ക് ഇട്ട് കൊടുക്കുന്നു. അപ്പോൾ ഇതിൻ്റെ അടിയിൽ വലിയ നമ്മുടെ ഗ്യാസിൻ്റെയൊക്കെ അടുപ്പ് പോലത്തെ വലിയ അടുപ്പാണ് കേട്ടോ. ഇത് ചുട്ട് വരുന്ന സമയത്ത് എന്തൊരു നല്ലൊരു നമ്മളെയൊക്കെ ആകർഷിക്കുന്ന ഒരു സ്മെല്ലാണ് ഇതിന്. എന്താ പറയുക, നമുക്കൊക്കെ കഴിക്കാൻ തോന്നും. അതുപോലത്തെ ഒരു സ്മെല്ലാണ് ഉണ്ടാവുക. ഭയങ്കര ടേസ്റ്റിയാണ്. ഉണ്ടാക്കി വന്നു കഴിയുമ്പോൾ നമ്മൾ കഴിക്കാൻ നേരത്ത് ഇതിൻ്റെ ഒരു എരിവോ കയ്പോ, ആ ഇലയ്ക്കൊരു ഉറം കയ്പോ ഒരു എരിവോ ഒക്കെയാണ്. അപ്പം അതൊന്നും ഉണ്ടാവില്ല. നല്ല ടേസ്റ്റും നല്ലൊരു എന്താ പറയുക, അത്രയ്ക്ക് ഡെലീഷ്യസ് ആയിട്ടുള്ള ഒരു ഫുഡാണിത്. അപ്പം ഇന്ന് രാവിലെ ഞാൻ വീഡിയോ എടുക്കുന്നത് ഒരു 8 മണി നേരത്താണ്. ഇതൊരു 4 മണിയൊക്കെ ആയപ്പോഴാണ്, വൈകിട്ട് 4 മണിയൊക്കെ ആയപ്പോഴാണ് ഈ സംഭവം ഇവർ ഉണ്ടാക്കി തീരുന്നത്. ഇന്നൊരു ദിവസത്തെ ഫുള്ള് പണിയായിരുന്നു ഇത്. ഇത് വരാന്തയിൽ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. സ്റ്റൗവും അടുപ്പും എല്ലാം ഗ്യാസും എല്ലാം വരാന്തയിൽ കൊണ്ടുവച്ചിട്ടാണ്, നമ്മൾ വരാന്തയിൽ വെച്ചിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത് വീടിനകത്ത് വെച്ചിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ വീടിനകത്ത് നിറച്ച് ഇതിൻ്റെ സ്മെല്ലായിരിക്കും.
ഇതിൻ്റെ ഇലയ്ക്ക് നമ്മുടെ പുതിനയിലയുടെ ഒരു സാമ്യമൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ പുതിനയിലയുടെ അത്രയും വലിപ്പം ഉണ്ടാവില്ല, കുറച്ചും കൂടെ കട്ടി ഉണ്ടാവും. പിന്നെ അതുപോലെ തന്നെ ഭയങ്കര ഡാർക്ക് ഗ്രീനുമാണ്, ആ ഒരു വ്യത്യാസമാണ് ഉള്ളത്. അപ്പോൾ അതുപോലെ തന്നെ ഇതാ നമ്മുടെ ഇതിന് പറയുന്നത് ഫിൽഫിൽ എന്നാണ് കേട്ടോ. അറബിയിൽ ഫിൽഫിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുളകെന്നാണ് അർത്ഥം. അപ്പോൾ ഇത് ഇങ്ങനെ സ്റ്റാറായിട്ട് നമ്മളിത് മടക്കി കൊടുക്കണം. ഇത് അതിൻ്റെ മേലെ പേസ്റ്റ് ഇട്ടിട്ട് സ്റ്റാർ പോലെ മടക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് കാണാൻ നല്ല രസമാണ്, ഇത് കഴിക്കാനും നല്ല രസമാണ്, നല്ല ടേസ്റ്റാണ്. എരിവൊന്നും ഉണ്ടാവില്ല, നിങ്ങൾ വിചാരിക്കുക എരിവുണ്ടാവുന്നു, പക്ഷേ ഇതിൻ്റെ കുരു കളഞ്ഞെടുത്ത മുളകായതുകൊണ്ട് എരിവൊട്ടും ഇല്ലാത്ത മുളകാണ്. അപ്പം മറ്റേ സംഭവത്തിന് പറയണത് ഒറിഗാനോയ്ക്ക് പറയുന്നത് പേര് സാത്തർ എന്നാണ് കേട്ടോ. അപ്പം നമ്മൾ ചേഷ് സാത്തർ എന്നാണ് അതിന് പറയുന്നത്, ഇതിന് ചേഷ് ഫിൽഫിൽ എന്നും. അപ്പോൾ ഇതാ മറിച്ചിട്ട് കഴിഞ്ഞപ്പോൾ ഉള്ള കാഴ്ച കണ്ടില്ലേ, നല്ല കാണാനൊക്കെ ഭംഗിയുണ്ട്, നല്ല അട പോലെയായി വന്നിട്ടുണ്ട്. നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്യുക. അപ്പോൾ ഞാനിത് കഴിച്ച് കാണിക്കാം. ഇതുപോലെ ഉണ്ടാവും. നമുക്ക് കഴിക്കാനെടുത്ത് കഴിയുമ്പോൾ അത് തുറന്ന് കഴിയുമ്പോൾ കണ്ടോ ഭയങ്കര സോഫ്റ്റാണ്, ഒട്ടും കട്ടി ഉണ്ടാവില്ല. ഇതിൻ്റെ ഉള്ളിലുള്ള സംഭവങ്ങളെല്ലാം ഇലയെല്ലാം വെന്ത് ആ എരിവോ ഒരു കയ്പോ ഒന്നും ഉണ്ടാവില്ല. നല്ലൊരു സ്മെല്ലാണ്, പോരാത്തതിന് നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ ഇനി ഇതുപോലുള്ള വെറൈറ്റി വീഡിയോസുമായിട്ട് ഞാൻ ഇനിയും തുടർന്നും വരും. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. അപ്പോൾ വീണ്ടും കാണും വരേക്കും ബൈ ബൈ.